എല്ലാവർക്കും രാജ് കുക്കിംഗ് പാഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോർക്ക് റോസ്റ്റാണ്, അല്ലെങ്കിൽ പോർക്ക് ഫ്രൈ. വേണ്ട സാധനങ്ങൾ: ഞാനൊരു ഏകദേശം 1 കിലോളം പോർക്ക് നന്നായി അരിഞ്ഞ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 2-3 സവാള അരിഞ്ഞത്, 10-15 ചെറുള്ളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചും ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും വേറെ വേറെ എടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളക്, കറിവേപ്പില, 2-3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1-1.5 സ്പൂൺ ഗരം മസാല, കോക്കനട്ട് ഓയിൽ ആവശ്യത്തിന്. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കുക. ഉണ്ടാക്കുന്ന ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് പോർക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നും പകുതി സവാളയും ചെറുള്ളിയും പകുതി ഇട്ട് കൊടുക്കുക. ചെറുള്ളി ഇട്ട് കൊടുക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചു വച്ചിരിക്കുന്നത്, ശകലം വെളിച്ചെണ്ണ, എടുത്തു വച്ചിരിക്കുന്ന 3-4 പച്ചമുളക്, എരിവിൻ്റെ അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലാം നന്നായിട്ട് യോജിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് പോർക്ക് വേവുന്നതിന് വേണ്ടി ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. വെച്ച് വേവിക്കുക. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ കുക്കറിൽ ഇട്ട് വേവിച്ചാണ് പോർക്കൊക്കെ ഉണ്ടാക്കാറ്. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ കുക്കറിലിട്ട് കഴിഞ്ഞാൽ പോർക്ക് പെട്ടെന്ന് വെന്ത് അലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് വേവിക്കുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ½ ആൻ അവർ മതിയാവും. നന്നായി തിളച്ച് വരുന്നുണ്ട്. പകുതി വേവായിട്ടുണ്ട്. നമുക്ക് നോക്കാം.
കഷ്ണമായിട്ട് കൊണ്ടുവന്ന് തുടങ്ങി. വെള്ളം ഒന്ന് വറ്റി മസാല ഒന്ന് പിടിക്കാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തേങ്ങ കൊത്തിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനത് ചെയ്തിട്ടില്ല. നമുക്കൊന്നുകൂടി അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കുക. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. കുറവ് നോക്കി നമുക്കൊന്നുകൂടെ ഇളക്കി നോക്കാം. വെള്ളമൊക്കെ നോക്കി ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിനി ഇത് ശരിക്കും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്, പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് പാൻ ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ ഏത് സൺഫ്ലവർ ആണല്ലോ, ഏത് ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചതേ ഉള്ളൂ. എണ്ണ ചൂടായി നമുക്കിനി അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നതും ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും ഇട്ട് കൊടുക്കുക. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇറച്ചി കഴിക്കുമ്പോൾ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ പീസൊക്കെ ഒന്ന് കടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അരിഞ്ഞ് ഇട്ട് കൊടുത്തതിലും കുഴപ്പമില്ല. എനിക്ക് പൊതുവെ ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇട്ട് വേണമെങ്കിൽ ചേർക്കാം. നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അതുപോലെ ഉപ്പിട്ട് കൊടുക്കുക. അതിൽ പെട്ടെന്ന് ഉള്ളിലേക്ക് പെട്ടെന്ന് ആയിക്കോളും. കൂടി ഇഷ്ടമാണ്. അതിൻ്റെ നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങിച്ചിടാൻ ശരിയാക്കുക. എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് തോന്നു വേണം. നമ്മുടെ കിട്ടുന്ന കുഴപ്പമില്ലാത്തതാണ്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ചേർക്കുന്നുള്ളൂ. എനിക്ക് തോന്നും ഒരു പക്ഷേ ഞാൻ അധികം ഉപ്പ് ചേർക്കുന്നുണ്ടല്ലോ. ഉള്ളിലേക്ക് ഒരു വിധമായി വരുന്നു. സൈഡിലേക്ക് മാറ്റി നടത്തി പലമുളകാക്കി നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കണം. പൊടികളിട്ട് കൊടുക്കണം. മുളക് പൊടി നേരത്തെ ചേർത്താണ്, അതുകൊണ്ട് മുളക് പൊടി ഇടുന്നില്ല. മല്ലിപ്പൊടിയും ശകലം കുരുമുളക് പൊടിയും ലേശം ഗരം മസാലകൾ ഇടുക. നന്നായി മിക്സ് ചെയ്ത്
കടുക് മൂപ്പിക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം, അതിന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കടുകൊക്കെ മൂത്ത് ചൂടായി വരുന്നതിന് ശേഷം നമ്മൾ ഉള്ളിയായിട്ട് മിക്സ് ചെയ്ത് അരച്ചെടുക്കുക. അപ്പം ഒരുവിധം ഉള്ളിയും മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പൊടികളെ ചേർത്ത് വേവിച്ച് വെച്ചിരുന്ന മസാലയൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിരുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കുക. ഇറച്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം ശകലം തീ കൂട്ടി വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. കുരുമുളകിൻ്റെ ടേസ്റ്റും രുചിയൊക്കെ നല്ല രുചി എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ഞാൻ ആദ്യം പറഞ്ഞില്ല, ചിലർക്ക് മല്ലിയില ഇഷ്ടമല്ല. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നമ്മുടെ പോർക്ക് റോസ്റ്റ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക്, ബോളിലേക്ക് മാറ്റണം. സ്വാദിഷ്ടമായ പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ട എന്നിവയുടെ കൂടെ കഴിക്കുവാൻ വളരെ നല്ലതാണ്. എൻ്റെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.